പ്രിയപ്പെട്ട കുട്ടികളെ, സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ 4ാമത്തെ മൊഡ്യൂളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 4ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്നുള്ളതാണ്. എന്താണ് ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? നമ്മൾ നേരത്തെ സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ പറഞ്ഞിരുന്നു. ഒരു ലിക്വിഡിലേക്ക്, വാട്ടറിലേക്ക്, ഒരു എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ്. നമ്മൾ പറഞ്ഞിരുന്നു വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു ദിസ് സോൾവെൻറ്റ്. അതിന് കാരണം ഈ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇതിൻ്റെ സർഫസിലൊക്കെ ഒക്കുപ്പൈ ചെയ്യും. അന്നേരം ഇവാപ്രേഷനുള്ള സർഫസ് ഏരിയ കുറയുമ്പോൾ വേപ്പർ പ്രഷർ കുറയുന്നതാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഈ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറിനെ ബേസ് ചെയ്തിട്ട് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസിൻ്റെ പ്രത്യേകത ഇതാണ്. ആ പ്രോപ്പർട്ടീസ് ഈ സൊല്യൂഷൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യൂല, പക്ഷെ നമ്പർ ഓഫ് സൊല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെ പറയുന്ന പേരാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ എന്താ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ? പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ വിച്ച് ഡിപ്പെൻഡ്സ് only on number of solute particles and not on nature of solute particle. അവയെ പറയുന്ന പേരാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അതായത് ആ പ്രോപ്പർട്ടീസ് സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യൂല? നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യൂല. ദെൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ അല്ല, റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. രണ്ടാമത് എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റിലുള്ള ഇൻക്രീസ്. മൂന്നാമത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. നാലാമത്തത് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ എത്ര കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസാണ് നമുക്ക് പഠിക്കേണ്ടത്? 4 ഏതൊക്കെയാണത്? ഒന്ന് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ, 2 എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, 3 ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ആൻഡ് 4 ഓസ്മോട്ടിക് പ്രഷർ. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. നമ്മൾ എന്താ പഠിച്ചത്? എന്തായിരുന്നു? ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യുമെന്ന് പഠിച്ചിരുന്നു. ഓക്കെ, ദെൻ ഇനി ഇവിടെ ആദ്യം കാണുന്ന പ്യുവർ സോൾവെൻ്റ് ആണ്. രണ്ടാമത്തെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യുമെന്നാണ് ആ പിക്ചറിൽ കാണിക്കുന്നത്. ദെൻ വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു എ പ്യുവർ സോൾവെൻറ്റ്, വേപ്പർ പ്രഷർ ഓഫ് റിസൾട്ടിംഗ് സൊല്യൂഷൻ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ്. നമ്മൾ ഇവിടുന്ന് പഠിച്ചിരുന്നു. നോക്കൂ, അക്കോർഡിംഗ് ടു റാവോൾസ് ലോ P1 ഈക്വൽ ടു P01 into chi1 കാണുന്നുണ്ടല്ലോ. നോക്കൂ, ദെൻ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്താണ്? P01 മൈനസ് P1. ഇപ്പോൾ ആക്ച്വലി ഇതിൻ്റെ വേപ്പർ പ്രഷർ P01 ആണ് വെള്ളത്തിൻ്റെ. ഉപ്പിട്ടപ്പോൾ P1 ആയിട്ട് മാറിയെങ്കിൽ P01 മൈനസ് P1 ആണ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ദെൻ ഇവിടുന്ന് P01 മൈനസ് P1 ഈക്വൽ ടു എന്താ? P1 എന്ന് പറഞ്ഞാൽ റാവോൾസ് ലോ പ്രകാരം P01 ഇൻറ്റു chi1 ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓർ ദറ്റ് ഈസ് ഈക്വൽ ടു P01 ഇൻറ്റു 1 മൈനസ് chi1. നമ്മൾ പഠിച്ചിട്ടുണ്ട് chi1 പ്ലസ് chi2 ഈക്വൽ ടു എന്താണ്? 1 ആണ്. അപ്പോൾ 1 മൈനസ് chi1 എന്ന് പറഞ്ഞാൽ chi2 അല്ലേ കിട്ടുക. അപ്പോൾ ഇക്വേഷൻ എന്താ കിട്ടിയത്? P01 മൈനസ് P1 ഈക്വൽ ടു P01 ഇൻറ്റു chi2. ഓർ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇങ്ങനെ കിട്ടുക, P01 മൈനസ് P1 ഡിവൈഡഡ് ബൈ P01 ഈക്വൽ ടു chi2 എന്നാണ് കിട്ടുക. ഇതിനാണ് നമ്മൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഏതിന്? P01 മൈനസ് P1 ഡിവൈഡഡ് ബൈ P01. ഇത് എന്തിന് ഈക്വൽ ആണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ടിന് പ്രപ്പോർഷണലാണ്. അതായത് നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇവിടെ നോക്കൂ, ഈ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ വെച്ചിട്ട് നമുക്ക് ചില ആപ്ലിക്കേഷന് chi2 ഈക്വൽ ടു എന്താ എഴുതിയത്? N2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 പഠിച്ചതാണല്ലോ. ദെൻ ഇനി ഡയല്യൂട്ട് സൊല്യൂഷന് ഇവിടെ ഇപ്പം എങ്ങനെ എഴുതിയത്? chi2 ഈക്വൽ ടു N2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. ഡയല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ ഈ N1 പ്ലസ് N2 അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്തെടുക്കാം? N1 ആക്കിയെടുക്കാം. അപ്പോൾ N2നെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ഓർ chi2 ഈക്വൽ ടു N2 ഡിവൈഡഡ് ബൈ N1 എന്നല്ലേ കിട്ടുക. ദെൻ ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഇക്വേഷൻ നോക്കൂ. എന്താ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയത് P01 മൈനസ് P1 ഡിവൈഡഡ് ബൈ P01 ഈക്വൽ ടു N2 ബൈ N1 എഴുതി. ഇനി എന്താ നമ്പർ ഓഫ് മോൾസിനുള്ള ഇക്വേഷന്? നമ്മൾ പഠിച്ചതാണ് വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് പഠിച്ചില്ലേ? അതാണ് അവിടെ അപ്ലൈ ചെയ്തത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു W2 ഡിവൈഡഡ് ബൈ M2 W1 ഡിവൈഡഡ് ബൈ M1 എന്ന് കിട്ടും. ഓക്കെ, ഇതല്ല ഇക്വേഷൻ കിട്ടിയത്. W1 ഡിവൈഡഡ് ബൈ M1 എന്നാണ് കേട്ടോ വേണ്ടത്, M1. ഓക്കെ, ദെൻ ഇനി ഇവിടെ നമുക്ക്
ഈ ഇക്വേഷൻ്റെ പ്രത്യേകത W1ഉം W2 മാസസ് ഓഫ് M1 M2 ആണെങ്കിൽ മോളാർ മാസസ് ഓഫ് സോൾവെൻറ്റും സൊല്യൂട്ടൊക്കെ റെസ്പെക്റ്റീവ്ലി, അന്നേരം നമുക്ക് ദെൻ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? M2 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. എന്താ M2 എന്ന് പറഞ്ഞാൽ എന്താ? മോളാർ മാസ് ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ നമുക്ക് പഠിക്കാനുള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഏതായിരുന്നു നമ്മൾ പഠിച്ചതായിരുന്നു? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പോൾ ഏതാ നമ്മൾ ഇക്വേഷൻ പഠിക്കേണ്ടത്? P01 മൈനസ് P1 ഡിവൈഡഡ് ബൈ P01 ഈക്വൽ ടു K2 ഓർ K2 എന്നുള്ളത് N2 ബൈ N1 പ്ലസ് N2 ആണ്. ഡയല്യൂട്ട് സൊല്യൂഷന് N2 നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ നെഗ്ലക്റ്റ് ചെയ്തു. അപ്പോൾ N2 ബൈ N1 ആയി. N2 എന്ന് പറഞ്ഞാൽ W2 ബൈ M2, N1 എന്ന് പറഞ്ഞാൽ W1 ബൈ M1. നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? നോൺ വോളറ്റൈൽ സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തത് എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്നുള്ളതാണ്. നമ്മൾ എന്താണ് ബോയിലിംഗ് പോയിന്റ്? ഇപ്പോൾ നോക്കൂ, ഒരു ലിക്വിഡ്, നമ്മളൊരു ഗ്രാഫ് വരക്കാം. ഇവിടെ ഞാൻ വേപ്പർ പ്രഷർ എന്നുള്ള എടുത്തു. വേപ്പർ പ്രഷർ ഇത് 1 അറ്റ്മോസ്ഫറിക് പ്രഷറാണ്, 1 atm പ്രഷർ. ഇവിടെ ടെമ്പറേച്ചർ നമ്മൾ ഒരു ബീക്കറിൽ ഇത്തിരി വെള്ളം എടുക്കുന്നു. ഇതിൻ്റെ വേപ്പർ പ്രഷർ ഈ ടെമ്പറേച്ചറിൽ ഇത്രയുണ്ട് വിചാരിക്കും. സോൾവെൻ്റ് ആണ്. നമ്മളിതിനെ ചൂടാക്കി കഴിഞ്ഞാൽ എന്താ? ചൂടാക്കി കഴിഞ്ഞാൽ സംഭവിക്കാം? വേപ്പർ പ്രഷർ കൂടും. ഇവിടെ എത്തുമ്പോൾ ഈ വേപ്പർ പ്രഷർ ബിക്കം ഈക്വൽ ടു അറ്റ്മോസ്ഫറിക് പ്രഷർ. ഈ ടെമ്പറേച്ചറിനാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ വെച്ച് വെള്ളം ബോയിൽ ചെയ്യും. ഇത് നോക്കിക്കഴിഞ്ഞാൽ ദെൻ വാട്ടർ ആണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് ജനറലി പറയാം T0B. ഇത് സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റ് ആണ്, സോൾവെൻറ്റ്. അതേസമയം നമ്മൾ ഈ ബീക്കറിലെ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് വിചാരിക്കും. ഇതേ ടെമ്പറേച്ചറിൽ അതിൻ്റെ വേപ്പർ പ്രഷർ കുറഞ്ഞിട്ടുണ്ടാവും. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ കുറയും. നമ്മളതിനെ ദെൻ ഹീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അതെന്തിന് ഈക്വലായി മാറും? അറ്റ്മോസ്ഫറിക് പ്രഷറിന് ഈക്വലായി മാറും. ഇത് സൊല്യൂഷനാണ്, സൊല്യൂഷൻ. ദെൻ ഈ ബോയിലിംഗ് പോയിന്റ് സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. ഇത് നമ്മൾ TB എന്ന് കൊടുത്തു, TB. അപ്പോൾ എന്താ? സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് സോൾവെൻറ്റിനേക്കാൾ എന്ത് ചെയ്തു? കൂടിയില്ലേ? ദെൻ ഇതിനാണ് നമ്മൾ, ഈ ഡിഫറൻസിനെയാണ് ഡെൽറ്റ TB എന്ന് വിളിക്കുന്നത്. എന്താ ഡെൽറ്റ TB എന്ന് പറഞ്ഞാൽ? എന്താ? എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ചേഞ്ച് ഇൻ ബോയിലിംഗ് പോയിന്റ്, അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ബോയിലിംഗ് പോയിന്റ്. ഡെൽറ്റ TB ഈക്വൽ ടു എന്താ നമുക്ക് കിട്ടുക? TB മൈനസ് T0B എന്നാണ് കിട്ടുക. ഇതാണ് ആ ഗ്രാഫ്. ഒന്നുകൂടി നോക്കൂ, എന്തൊക്കെയാണ് ഗ്രാഫിലുള്ളത്? സോൾവെൻറ്റ്, സൊല്യൂഷന്, ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെൻറ്റ്, ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷന്. ഓക്കെ, ദെൻ അവിടെ ഡെൽറ്റ TB ഉണ്ട്. എന്താ ഡെൽറ്റ TB എന്ന് പറഞ്ഞാൽ? എന്താ? TB മൈനസ് T0B. ഇതും ഓക്കെ. ഈ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് നേച്ചർ ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യൂല, നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇതും ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമുക്ക് ഇവിടുന്ന് എങ്ങനെയാണ് നമ്മൾ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഡെൽറ്റ TB ഈക്വൽ TB മൈനസ് T0B. ഈ T0B എന്ന് പറഞ്ഞാൽ എന്താണ്? ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സൊല്യൂഷനാണ്. ഇത് പ്യുവർ സോൾവെൻ്റ് ആണ്. ഇത് സൊല്യൂഷനാണ്. ഇനി ഡയല്യൂട്ട് സൊല്യൂഷന് കാണാൻ പറ്റിയത് എങ്ങനെയാണ്? ഡെൽറ്റ TB ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി ആണ്. ഓക്കെ, ഡയല്യൂട്ട് സൊല്യൂഷൻ. ഓർ ഡെൽറ്റ TB ഈക്വൽ ടു KB ഇൻറ്റു മൊളാലിറ്റി ആണ്. KB എന്താ? KB എന്നുള്ളതിനെ പറയുന്ന പേര് നോക്കിക്കോ. ബോയിലിംഗ് പോയിന്റ് എലവേഷൻ കോൺസ്റ്റന്റ് ഓർ മോളാൽ എലവേഷൻ കോൺസ്റ്റന്റ് ഓർ എബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. എന്തൊക്കെ പേരുകൾ? ബോയിലിംഗ് പോയിന്റ് എലവേഷൻ കോൺസ്റ്റന്റ് ഓർ മോളാൽ എലവേഷൻ കോൺസ്റ്റന്റ് ഓർ എബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. എങ്ങനെ അത് ഡിഫൈൻ ചെയ്യാം? ഇവിടെ നോക്കൂ, ഡെൽറ്റ TB ഈക്വൽ ടു KB ആയിരിക്കും എപ്പോൾ? മൊളാലിറ്റി 1 ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇഫ് ഫോർ 1 മോളാൽ സൊല്യൂഷൻ എന്താണ് എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്? അതാണ് KB. എബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഫോർ 1 മോളാൽ സൊല്യൂഷൻ. ക്ലിയർ ആണോ? അത് വെള്ളത്തിന് അതിൻ്റെ യൂണിറ്റ് എന്താ കിട്ടുക? KBയുടെ യൂണിറ്റ് ഇതിവിടെ വെച്ചാൽ ഇത് കെൽവിനാണ്, ഇത് മോൾ പെർ കിലോഗ്രാം ആണ്. അപ്പോൾ യൂണിറ്റ് എന്താ കിട്ടുക? കെൽവിൻ കിലോഗ്രാം മോൾ ഇൻവേഴ്സ് എന്നാ കിട്ടുക. വെള്ളത്തിന് ഇതിൻ്റെ വാല്യൂ കാണാതെ പഠിക്കണം. 0.52 കെൽവിൻ കിലോഗ്രാം മോൾ ഇൻവേഴ്സ്. എന്താ അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ലിറ്റർ അല്ല 1 കിലോഗ്രാം വെള്ളത്തിലേക്ക് 1 മോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ അതല്ലേ 1 മോളാൽ സൊല്യൂഷൻ. അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 അല്ല കിട്ടുക, 100.52 ഡിഗ്രി സെൽഷ്യസ്. അതായത് അവിടെ എത്ര എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എത്ര കിട്ടുന്നത്? 0.52 കെൽവിനാണ് 1 മോളാൽ സൊല്യൂഷന്. അതിനാണല്ലോ നമ്മൾ KB എന്ന് പറയുന്നത്, മോളാൽ എലവേഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, ദെൻ ഇനി എങ്ങനെ ഇവിടുന്ന് മോളിക്കുലാർ മാസ് കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ എന്താ ഇക്വേഷൻ? എന്താ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക. ഇതാണ്
എളുപ്പം. ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു മൊളാലിറ്റി ഓർ ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു മൊളാലിറ്റിക്കുള്ള ഇക്വേഷൻ എന്താ? W2 ഡിവൈഡഡ് ബൈ M2 W1 ഇൻറ്റു 1000 എന്നല്ലേ നമ്മൾ പഠിച്ചത്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? മോളിക്കുലാർ മാസ് ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇക്വേഷൻ നോക്ക്, മൊളാലിറ്റിയുടെ ഇക്വേഷനാണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഡെൽറ്റ ടി ബിയുടെ ഇക്വേഷൻ കിട്ടി. എന്നിട്ട് M2 എന്നുള്ളതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷനായി. അപ്പം നമ്മൾ പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇതാണ്, ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു മൊളാലിറ്റി. ക്ലിയർ ആണോ? അത് ഏതാ രണ്ടാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ഇവിടുന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കൂടും. ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ കടൽ വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും? സാധാരണ വെള്ളത്തിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. എന്താണ് ഈ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ? എന്താ ഫ്രീസിംഗ് പോയിന്റ്? ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ ഗ്രാഫ് ഉണ്ട്, അത് ഇതേപോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കൂ, എന്താണ് ഫ്രീസിംഗ് പോയിന്റ്? ഇപ്പോൾ വെള്ളത്തിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ പറയും 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറയും 1 അറ്റ്മോസ്ഫറിക് പ്രഷറിൽ. വെള്ളവും ഐസും അല്ലെങ്കിൽ സോളിഡും അതിൻ്റെ ലിക്വിഡ് ഫോമും കൂടിയും ഇക്വിലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് ഫ്രീസിംഗ് പോയിന്റ്. എന്താ ഫ്രീസിംഗ് പോയിന്റ്? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സോളിഡ് ആൻഡ് ലിക്വിഡ് ഫോം ഓഫ് എ സബ്സ്റ്റൻസ് എക്സിസ്റ്റ് ഇൻ ഇക്വിലിബ്രിയം. ക്ലിയർ ആണല്ലോ അത്? ഓക്കെ. അപ്പോൾ നോക്കിയേക്ക്, നമ്മളിവിടെ ഒരു ഗ്രാഫ് എടുക്കുകയാണ് കേട്ടോ. ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത, ഇവിടെ വേപ്പർ പ്രഷറാണ്, ഇവിടെ ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രാഫിൽ നമ്മളിവിടെ എടുക്കുന്ന ഒരു ഐസിന് ഐസ് സോളിഡാണ്, അതിന് വേപ്പർ പ്രഷർ ഉണ്ട്, വളരെ കുറവായിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ ഇതിനൊരു വേപ്പർ പ്രഷർ ഉണ്ട്. ഇപ്പോൾ ഇത്രയും വേപ്പർ പ്രഷർ ഉണ്ട് വിചാരിക്കും, ഫ്രോസൺ സോൾവെൻറ്റ്. നമ്മളതിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ വേപ്പർ പ്രഷർ കൂടും. ഇതെന്താ സാധനം? എന്താ? ഫ്രോസൺ സോൾവെൻറ്റ്, അതായത് നമ്മൾ ഐസ്. ഓക്കെ, വേപ്പർ പ്രഷർ കൂടി വരുന്നുണ്ട്. ഇനി നമ്മളൊരു ബീക്കറിൽ വെള്ളം എടുക്കുകയാണ് കേട്ടോ, വേറെ തന്നെ വെള്ളം എടുക്കുകയാണ്. ഈ വെള്ളത്തിന് ഈ ടെമ്പറേച്ചറിൽ ഇത്രയും വേപ്പർ പ്രഷർ ഉണ്ട് വിചാരിക്കും, അത്രയും വേപ്പർ പ്രഷർ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലിക്വിഡിന് നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ്. ടെമ്പറേച്ചർ കുറച്ചാൽ വേപ്പർ പ്രഷർ കുറയും. ഇവിടെ എത്തുമ്പോൾ നോക്കൂ, ഇവിടെ എത്തുമ്പോൾ എന്താ സംഭവിച്ചെന്താ? സോളിഡിനും അതിൻ്റെ ലിക്വിഡിനും കൂടിയും ഒരേ വേപ്പർ പ്രഷറായിട്ട് മാറി. ഇത് ലിക്വിഡാണ്, ലിക്വിഡ് സോൾവെൻ്റ് ആണ്, ഫ്രോസൺ സോൾവെൻ്റ് അല്ല, ലിക്വിഡ് സോൾവെൻറ്റ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ, ഈ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ വിളിക്കുന്നത്, എന്താ വിളിക്കുന്നത്? ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ T0F. ഇത് പ്യുവർ വാട്ടർ 1 അറ്റ്മോസ്ഫറിക് പ്രഷറിലാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ്. ക്ലിയർ ആണോ? സോളിഡിനും അതിൻ്റെ ലിക്വിഡ് ഫോമിനും ഒരേ വേപ്പർ പ്രഷർ ആയിരിക്കും. നമ്മളിനി ചെയ്യുന്നത്, നേരത്തെ നമ്മളെടുത്ത ഈ ലിക്വിഡിലേക്ക് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചറിൽ അതിൻ്റെ വേപ്പർ പ്രഷർ കുറയുമല്ലോ, ഉറപ്പല്ല? ഇത്രയേ ഉള്ളൂ. നമ്മളിതിനെന്ത് ചെയ്യുന്നു? തണുപ്പിക്കുന്നു. ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ അതിൻ്റെ സോളിഡിന് ഈക്വലായിട്ട് മാറുന്നു. അപ്പോൾ ഈ ടെമ്പറേച്ചർ നമുക്ക് എന്ത് വിളിക്കാം? ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ TF. അപ്പോൾ ഇവിടെ ഫ്രീസിംഗ് പോയിന്റ് എന്ത് ചെയ്യുക ചെയ്ത്? കുറയല്ലേ ചെയ്ത്? ഇതിനെയാണ് നമ്മൾ ഡെൽറ്റ ടി ബി എന്ന് വിളിക്കുന്നത്. എന്താ ഡെൽറ്റ ടി ബി എന്ന് പറഞ്ഞാൽ? എന്താ? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. നേരത്തെ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ ഇത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഓക്കെ, ഫ്രീസിംഗ് പോയിന്റ്. നോക്കൂ, ഈ ഗ്രാഫാണ് ഇവിടെ നമ്മൾ ഗ്രാഫ് ഇവിടെ കൊടുക്കുന്നതിന് പ്യുവർ വാട്ടർ, ദെൻ എത്തിലീൻ ഗ്ലൈക്കോൾ വാട്ടർ സൊല്യൂഷൻ. നമുക്ക് അതിലേക്ക് വരാം എന്താണെന്നുള്ളത്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ കുറയും. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് ലോവർ ദാൻ പ്യുവർ സോൾവെന്റ് എന്നാണ് കൊടുത്ത്. ഇനി അതിൻ്റെ ഗ്രാഫാണ് ഈ കൊടുത്ത്, ഫ്രോസൺ സോൾവെന്റ്, ലിക്വിഡ് സോൾവെന്റ്. ഇതേതിനാണ്? സൊല്യൂഷനാണ്. ഈ ഗ്രാഫുകൾ ഡെൽറ്റ ടി ബി ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഇനി ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് നമുക്കുള്ള കാൽക്കുലേഷൻസ് ആണ്. നോക്കൂ നിങ്ങൾ. ദെൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റിയത് ഡയല്യൂട്ട് സൊല്യൂഷന് നേരത്തെ പറഞ്ഞ പോലെ ഡെൽറ്റ TF ഡയറക്ട്ലി, ഡെൽറ്റ TB അല്ല കേട്ടോ, TF ആണ്. ഡെൽറ്റ TF ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി ആണ്. ഓർ ഡെൽറ്റ TF ഈക്വൽ ടു KF ഇൻറ്റു മൊളാലിറ്റി ആണ്. എന്താ KF എന്നുള്ളതിനെ പറയുന്ന പേരെന്താ? നേരത്തെ പറഞ്ഞ പോലെ ദെൻ മോളാൽ എലവേഷൻ ആയിരുന്നു നേരത്തെ, ഇവിടെ മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്നാണ്. അല്ലെങ്കിൽ ദെൻ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നുള്ളൊരു പേരുണ്ട്, അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്നുണ്ട്. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? M ഈക്വൽ ടു 1 ആണെങ്കിൽ ഡെൽറ്റ TF ഈക്വൽ ടു KF ആണ്. സോ cryoscopic constant can be defined as depression in freezing point for 1 molar solution. യൂണിറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെൽവിൻ കിലോഗ്രാം മോൾ ഇൻവേഴ്സ്. പിന്നെ വാട്ടറിനാണെങ്കിൽ അതിൻ്റെ വാല്യൂ എത്ര കിട്ടുക? 1.86 കെൽവിൻ കിലോഗ്രാം
മോൾ ഇൻവേഴ്സ് ആണ് വാട്ടറിന്. എന്താ അതിൻ്റെ മീനിങ് എന്താ? നമ്മൾ 1 കിലോഗ്രാം വെള്ളത്തിലേക്ക് 1 മോൾ ദെൻ ഒക്കെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കണം അതിൻ്റെ ഫ്രീസിങ് പോയിന്റ്? ദെൻ ഡിപ്രഷൻ എത്ര ആയിരിക്കണം? 0 ഡിഗ്രിയേക്കാൾ എത്ര കുറയും? 1.86 കെൽവിൻ കുറയണം, അല്ലെങ്കിൽ 1.86 ദെൻ ഡിക്രീസ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇനി ഇവിടുന്ന് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ്. എന്താ മെത്തേഡ്? എന്താ? മൊളാലിറ്റിക്കൽ ഇക്വേഷൻ ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു KF into W2 divided by M2 W1 into 1000. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ പറ്റും, M2 കണ്ടുപിടിക്കാൻ പറ്റും. ഈ മെത്തേഡിന് ക്രയോസ്കോപ്പിക് മെത്തേഡ് എന്ന് പറയാറുണ്ട്. നേരത്തെ ബോയിലിംഗ് പോയിന്റ് വെച്ചിട്ടുള്ള മെത്തേഡിന് എബുലിയോസ്കോപ്പിക് മെത്തേഡ് എന്നും പറയാറുണ്ട്. ഒക്കെ ആ ഇക്വേഷൻസ് കാണാതെ പഠിക്കുക. ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നുന്നത് ഈ ഇക്വേഷൻ കാണാതെ പഠിക്കാം. ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു മൊളാലിറ്റി, നേരത്തെ ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു KF into molality. ഈ ഇക്വേഷൻ പഠിക്കുമായിരിക്കും എളുപ്പം. ഇനി ഈ ഫ്രീസിങ് പോയിന്റ് ഡിപ്രഷൻ നമ്മൾ എന്തെങ്കിലും ലൈഫിൽ അപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. ഇവിടെ നോക്ക്, നമ്മൾ ആൻറ്റി ഫ്രീസ് കേട്ടിട്ടുണ്ടോ? തണുപ്പുള്ള രാഷ്ട്രങ്ങളിലൊക്കെ വാനത്തിൻ്റെ റേഡിയേറ്ററിലെ വെള്ളം ഐസാവാതിരിക്കണമെങ്കിൽ അതിൽ ഫ്രീസിങ് പോയിന്റ് കുറക്കാൻ വേണ്ടി ആൻറ്റി ഫ്രീസായിട്ട് എത്തിലിൻ ഗ്ലൈക്കോൾ ചേർക്കും. എത്തിലിൻ ഗ്ലൈക്കോൾ ഇപ്പോൾ വെള്ളത്തിൻ്റെ ഫ്രീസിങ് പോയിന്റ് 0 ഡിഗ്രി അല്ലേ, പക്ഷേ എത്തിലിൻ ഗ്ലൈക്കോൾ ചേർത്താൽ 35% വി ബാർ ബി വോള്യം ബൈ വോള്യം സൊല്യൂഷൻ ഓഫ് എത്തിലിൻ ഗ്ലൈക്കോൾ ആണെങ്കിൽ ഫ്രീസിങ് പോയിന്റ് വെള്ളത്തിൻ്റെ 0 ഡിഗ്രി എന്നുള്ള -17.6 ഡിഗ്രി സെൽഷ്യസ് ആയി മാറും. അപ്പോൾ ദെൻ വാനത്തിൻ്റെ റേഡിയേറ്ററിലുള്ള വെള്ളം ഐസാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന സാധനമാണ് ആൻറ്റി ഫ്രീസ് ആയിട്ട് എത്തിലിൻ ഗ്ലൈക്കോൾ ചേർക്കും. ഇതേപോലെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ റോട്ടിലൊക്കെ ഐസ് ഉണ്ടാവും. ഈ ഐസൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് then അതിലേക്ക് ഉപ്പ് വെതറും, അല്ലെങ്കിൽ കാൽസ്യം ക്ലോറൈഡ് വെതറും. എന്താ വെതറിക്കഴിഞ്ഞാൽ എന്താ? 0 ഡിഗ്രിയിലുള്ള ഐസിൻ്റെ സാധാരണ 0 ഡിഗ്രിയാണ് അതിൻ്റെ ഫ്രീസിങ് പോയിന്റ്. ദെൻ അതിൻ്റെ ഫ്രീസിങ് പോയിന്റ് അതിനേക്കാളും കുറയും. ഈ സോഡിയം ക്ലോറൈഡോ കാൽസ്യം ക്ലോറൈഡോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഐസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് എന്നുള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ആ രണ്ട് കേസിലും നമ്മൾ ഓർത്തു വെക്കേണ്ട ഇക്വേഷൻ ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു മൊളാലിറ്റി, അതേപോലെ ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു KF ഇൻറ്റു മൊളാലിറ്റി. ഓക്കെ, അടുത്ത കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, നാലാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഓസ്മോട്ടിക് പ്രഷർ. അതിന് മുമ്പ് എന്താണ് ഓസ്മോസിസ് എന്നുള്ളതാണ്. ഓസ്മോസിസ് നിങ്ങൾ ബോട്ടണിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ കേട്ടിട്ടുണ്ടോ? സെമി പെർമിയബിൾ മെംബ്രെയിൻ സാധാരണ എഗ് മെംബ്രെയിൻ എല്ലാ ആനിമൽസ്, വെജിറ്റബിൾ ദെൻ ഒക്കെ ആനിമൽസ്, അതേപോലെ പ്ലാന്റ് മെംബ്രെയിൻസ് ഒക്കെ ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ കാറ്റഗറിയിലാണ്. പിക്സ് ബ്ലാഡർ, അതേപോലെ സെല്ലോഫെയിൻ എന്നൊക്കെ പറയുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ട്. സെല്ലോഫെയിൻ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സൊല്യൂഷൻ, നമ്മൾ ഒരു ബീക്കർ, ഇവിടെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട്. സെമി പെർമിയബിൾ മെംബ്രെയിൻ ഇതിനൊക്കെ ഇവിടെ നമ്മൾ വാട്ടർ എടുക്കുന്നു. വാട്ടർ H2O. ഇവിടെ നമ്മൾ NaCl സൊല്യൂഷനാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ കാണാം ഇവിടുന്ന് വാട്ടർ ഇതിലൂടെ എങ്ങോട്ട് വരുന്നത് കാണാൻ പറ്റും. ഇവിടെ എമൗണ്ട് കൂടുന്നത് കാണാൻ പറ്റും. ഇതിനാണ് നമ്മൾ ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ സോൾവെൻറ്റിനെ മാത്രമേ ഇതേപോലെ മൂവ് ചെയ്യാൻ അനുവദിക്കുള്ളൂ. സൊല്യൂട്ട് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യൂല, അതിലൂടെ സോൾവെൻറ്റ് മാത്രം. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓസ്മോസിസ്. അപ്പോൾ എന്താ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് സോൾവെൻറ്റ് ഫ്രം സോൾവെൻറ്റ് ടു സൊല്യൂഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇപ്പോൾ നമുക്ക് നമ്മൾ അവിടെ ആ പിക്ചറിൽ കാണാൻ പറ്റും. വാട്ടറാണ്, ഒരു ഫണൽ വെച്ചിട്ടുണ്ട്, അതിൻ്റെ താഴെ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. അപ്പോൾ അവിടെ വാട്ടർ ആ ഫണലിലൂടെ മുകളിലേക്ക് കയറുക ചെയ്യുന്നത്. അതാണ് ഇതിനൊക്കെ ഓസ്മോസിസ്. അല്ലെങ്കിൽ ഇവിടെ നമ്മളൊരു ഡയല്യൂട്ട്, ഇവിടെ കോൺസെൻട്രേറ്റഡ് NaCl സൊല്യൂഷനും ഇവിടെ ഡയല്യൂട്ട് NaCl സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അന്നേരം ഇവിടുന്ന് ഇതേപോലെ സോൾവെൻറ്റ് മൂവ് ചെയ്യും. അതാണ് ഓസ്മോസിസ്. അപ്പോൾ എന്താ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് സോൾവെൻറ്റ് ഫ്രം പ്യുവർ സോൾവെൻറ്റ് ടു സൊല്യൂഷൻ, അല്ലെങ്കിൽ ഫ്രം ഡയല്യൂട്ട് സൊല്യൂഷൻ ടു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ക്ലിയർ ആണോ ഡെഫിനിഷൻ? ഒന്ന് വായിച്ചു നോക്കും. ഓസ്മോസിസ് ഈസ് ദി പ്രോസസ് ഓഫ് ഫ്ലോ ഓഫ് സോൾവെൻറ്റ് മോളിക്യൂൾ ഫ്രം പ്യുവർ സോൾവെൻറ്റ് ടു സൊല്യൂഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഓർ എന്താ ഉള്ളത്? ഫ്രം ലോവർ കോൺസെൻട്രേഷൻ സൈഡ് ടു അങ്ങോട്ടാണ് ഹയർ കോൺസെൻട്രേഷൻ സൈഡ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. എന്താ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ആനിമൽ മെംബ്രെയിൻസ്, അതേപോലെ പ്ലാന്റ് മെംബ്രെയിൻസ്, എഗ് മെംബ്രെയിൻ ഒക്കെ അതിന് എക്സാമ്പിളാണ്. പിക്സ് ബ്ലാഡർ ഒക്കെ എക്സാമ്പിളാണ്. അത് സോൾവെൻറ്റിനെ മാത്രമേ പാസ് ചെയ്യൂ, എന്തിനു അനുവദിക്കൂല? സൊല്യൂട്ടിനെ പാസ് ചെയ്യാൻ അനുവദിക്കൂല. ഇനി
അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്നുള്ളതാണ്. നോക്കൂ, ഓസ്മോട്ടിക് പ്രഷർ എന്നുള്ളത് നമ്മളൊരു അറേഞ്ച്മെൻറ്റ് നോക്കൂ, വരക്കുന്ന ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളിവിടെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഫിറ്റ് ചെയ്യാണ്. സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഓക്കെ, ഇവിടെ നമ്മൾ എടുക്കുന്നത് സൊല്യൂഷനാണ്. ഇവിടെ നമ്മൾ പ്യുവർ സോൾവെൻറ്റ്, വാട്ടർ ആയിക്കോട്ടെ, സോൾവെൻറ്റ്. ഇവിടെ നമ്മൾ ഒരു പിസ്റ്റൺ ഉണ്ട്. ഇവിടെ അതേപോലെ പിസ്റ്റൺ ഉണ്ട് വിചാരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷർ, സാധാരണ പ്രഷർ പി അറ്റ്മോസ്ഫറിക് പ്രഷർ, 1 അറ്റ്മോസ്ഫറിക് പ്രഷർ എവിടെ ഉള്ളൂ? 1 അറ്റ്മോസ്ഫറിക് പ്രഷർ, വേറൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഇപ്പോൾ ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് ഈ സോൾവെൻറ്റ് മോളിക്യൂൾസ് ഇവിടുന്ന് ഇതിലൂടെ അങ്ങോട്ട് വരും എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ ഒരു ഇത്തിരി പ്രഷർ ഇങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ, അമർത്തുകയാണെങ്കിൽ, പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നുള്ള ഫ്ലോ നമുക്ക് തടയാൻ പറ്റും, കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഒരു ഘട്ടെത്തുമ്പോൾ ഒരു പ്രത്യേക പ്രഷർ കൊടുക്കുമ്പോൾ ഇവിടെ നിന്നുള്ള ഫ്ലോ തടസ്സപ്പെടും. ആ പ്രഷറിനെ പറയുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ പൈ. എത്ര കൊടുക്കും നമ്മൾ? പൈ എന്നുള്ള ഓസ്മോട്ടിക് പ്രഷർ കൊടുത്താൽ ഇവിടുത്തെ ഫ്ലോ നിങ്ങൾക്ക് തടസ്സപ്പെടുത്താൻ പറ്റും. അപ്പോൾ എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ? എന്താ? ഓസ്മോസിസ് ജസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സൊല്യൂഷൻ സൈഡിൽ കൊടുക്കുന്ന എക്സ്ട്രാ പ്രഷറിനെ പറയുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് ദി എക്സസ് പ്രഷർ ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് ഓൺ സൊല്യൂഷൻ സൈഡ് ടു ജസ്റ്റ് സ്റ്റോപ്പ് ദി ഓസ്മോസിസ്. ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ സൊല്യൂഷൻ സൈഡിൽ കൊടുക്കുന്ന പ്രഷറിനെ പറയുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. ഈ ഓസ്മോട്ടിക് പ്രഷർ പാർട്ടിക്കിൾസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നമ്പർ ഓഫ് സൊല്യൂട്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇതൊരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഓസ്മോട്ടിക് പ്രഷർ പൈ പ്രപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷനാണ് കാണാൻ പറ്റിയത്. പൈ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു, ആക്ച്വലി സി എന്ന് പറഞ്ഞാൽ മൊളാരിറ്റിയാണ്. പൈ പ്രപ്പോർഷണൽ ടു സി ആൻഡ് പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ഓർ പൈ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആർ ഇൻറ്റു സി ടി എന്നാണ്. അല്ലെങ്കിൽ ഓർ പൈ ഇസ് ഈക്വൽ ടു സി ആർ ടി എന്ന് കൊടുക്കാം. സി ആർ ടി, സി എന്താ? കോൺസെൻട്രേഷൻ ഇൻ മോൾസ് പെർ ലിറ്റർ. ആർ എന്നുള്ളത് എന്താ? ഗ്യാസ് കോൺസ്റ്റന്റ്. ടി എന്താണ്? ടെമ്പറേച്ചർ. പൈ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സി ടി ഓർ പൈ ഇസ് ഈക്വൽ ടു ആർ സി ടി. ഇനി സി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മോൾസ് പെർ ലിറ്റർ അല്ലേ പറഞ്ഞത്, വോള്യം. അപ്പോൾ കോൺസെൻട്രേഷൻ ഓർ പൈ ഇസ് ഈക്വൽ ടു N2 by VRT എന്ന് കൊടുക്കാം. ഓർ പൈ വി is equal to N2RT. ഓർക്കാൻ എളുപ്പമാണ്, നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചിരുന്നല്ലോ. പി വി is equal to NRT. അതേപോലെ ഓർക്കാൻ എളുപ്പമാണ്. ഇനി ഇതൊരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്നുള്ളത് പഠിച്ചു. ഓർ പൈ വി is equal to W2 divided by M2RT. നമുക്ക് വേണമെങ്കിൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് M2 കാൽക്കുലേറ്റ് ചെയ്യാം ഈ ഇക്വേഷൻ വെച്ചിട്ട്. നോക്കൂ, ഇക്വേഷൻ നോക്കൂ. Pi is equal to, last pi v is equal to W2 RT by M2 or M2 equal to, എന്താ ഇക്വേഷൻ എന്താ കിട്ടിയ? W2 RT ഡിവൈഡഡ് ബൈ പൈ വി. ഇതാണ് ഓസ്മോട്ടിക് പ്രഷർ എന്നുള്ള മെത്തേഡ്. ഇതാണ് നാല് മെത്തേഡും നമ്മൾ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻസ് പഠിച്ചിരുന്നു. ഇനി ഓസ്മോട്ടിക് പ്രഷറിൽ സാധാരണ നമ്മൾ വലിയ മോളിക്യൂളിൻ്റെ ഒക്കെ, ഇപ്പോൾ പോളിമേഴ്സിൻ്റെ ഒക്കെ മോളിക്കുലാർ മാസ്, ബയോമോളിക്യൂളിൻ്റെ ഒക്കെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എല്ലാത്തിലും നമ്മൾ M2 മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ കണ്ടിരുന്നല്ലോ. അപ്പോൾ ഇത് വലിയ മോളിക്യൂളിൻ്റെ ഒക്കെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്രോപ്പർട്ടി ഓസ്മോട്ടിക് പ്രഷറാണ്. അത്ര എന്തൊക്കെ ഈ ഓസ്മോട്ടിക് പ്രഷറിനുള്ള അഡ്വാൻറ്റേജ് എന്നുള്ളതാണ്. ഒന്ന്, ഓസ്മോട്ടിക് പ്രഷർ എപ്പോഴാണ് മെഷർ ചെയ്യുന്നത്? റൂം ടെമ്പറേച്ചറിൽ. എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്നുള്ള എപ്പോഴാണ് മെഷർ ചെയ്യുന്നത്? ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് 0 ഡിഗ്രി ഒക്കെ എത്തണ്ടേ. പക്ഷേ ഓസ്മോട്ടിക് പ്രഷർ എപ്പോൾ മെഷർ ചെയ്യാം? റൂം ടെമ്പറേച്ചറിൽ മെഷർ ചെയ്യാം. രണ്ടാമത്തത്, അവിടെയൊക്കെ നമ്മൾ മൊളാലിറ്റി ആയിരുന്നു ഇക്വേഷൻ കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ മൊളാരിറ്റിയാണ്, നമ്പർ ഓഫ് മോൾസ് ബൈ വോള്യാണ്. കുറച്ചുകൂടി നമുക്ക് മെഷർ ചെയ്യാൻ എളുപ്പം, കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പം മൊളാരിറ്റിയാണ്. അപ്പോൾ നോക്കൂ, ഹിയർ മൊളാരിറ്റി ഓഫ് ദി സൊല്യൂഷൻ ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് മൊളാലിറ്റി വിച്ച് ക്യാൻ ബി ഡിറ്റർമിൻ ഈസിലി. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ അതിൻ്റെ റീസണ്. ഇപ്പോൾ ഈ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 1 കിലോഗ്രാം വാട്ടറിലേക്ക് 1 മോൾ
നമ്മൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ ഇത്തിരി 0.52 കെൽവിനൊക്കെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുള്ളൂ. ചെറിയ വാല്യൂ ഉണ്ടാവുള്ളൂ. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റും ചെറിയ വാല്യൂ ആണ്. പക്ഷേ ദെൻ ഓസ്മോട്ടിക് പ്രഷർ എന്നുള്ള ഡയല്യൂട്ട് സൊല്യൂഷൻ അത്യാവശ്യം ലാർജ് വാല്യൂ ആയിരിക്കും, അത്യാവശ്യം മെഷറബിൾ വാല്യൂ ആയിരിക്കും. ഇതാണ് അടുത്ത മൂന്നാമത്തെ. ഇതിനൊക്കെ നാലാമത്തത്. ഇപ്പോൾ ബോയിലിംഗ് പോയിന്റ് എലവേഷനൊക്കെ എത്തുമ്പോഴേക്ക് ബയോമോളിക്യൂൾസ് ഒക്കെ ആണെങ്കിൽ അത് ഒക്കെ ഡീനാച്ചുറേഷനൊക്കെ വരും. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും എവിടെ വരൂല, ഓസ്മോട്ടിക് പ്രഷറിൽ വരൂല. ദിസ് മെത്തേഡ് can be used for determination of molar masses of biomolecules. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞ എക്സാമിന് ചോദിക്കലുണ്ട്. ഒന്ന്, മെഷർമെന്റ് ക്യാൻ ബി ഡൺ അറ്റ് റൂം ടെമ്പറേച്ചർ. രണ്ടാമത്, ഹിയർ മൊളാരിറ്റി ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് മൊളാലിറ്റി. ദെൻ ഈവൻ ഫോർ ഡയല്യൂട്ട് സൊല്യൂഷൻ ഇറ്റ്സ് വാല്യൂ വെരി ഹൈ ആയിരിക്കും. അടുത്ത് ബയോമോളിക്യൂൾസിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ ഈ മെത്തേഡ് ഉപയോഗിക്കുക എന്നുള്ളത്. ഓക്കെ, ദെൻ ഇനിയും അടുത്ത് ഓസ്മോട്ടിക് പ്രഷർ. നമ്മൾ രണ്ട് സൊല്യൂഷന് ഒരേ ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഐസോട്ടോണിക്. എന്താ പറഞ്ഞാൽ എന്താ, രണ്ട് സൊല്യൂഷന് ഒരേ ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ, ഇപ്പോൾ π1 = π2 ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ദെൻ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്നുള്ളത്. ദെൻ എന്തായാലും പറഞ്ഞു നോക്കൂ, ദെൻ ടു സൊല്യൂഷൻസ് ഹാവിങ് സെയിം ഓസ്മോട്ടിക് പ്രഷർ ആർ കോൾഡ് ഐസോട്ടോണിക് സൊല്യൂഷൻ. അപ്പോൾ രണ്ട് സൊല്യൂഷൻ ഐസോട്ടോണിക് ആണെങ്കിൽ അതിൻ്റെ നടുക്കൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ടെങ്കിൽ അതിലൂടെ ദെൻ മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് ഉണ്ടാവില്ല. ദർ ഈസ് നോ ഓസ്മോസിസ് ഇൻ ബിറ്റ്വീൻ. എന്താ ഉള്ളത്, വെൻ സച്ച് സൊല്യൂഷൻസ് ആർ സെപ്പറേറ്റഡ് ബൈ സെമി പെർമിയബിൾ മെംബ്രെയിൻ നോ ഓസ്മോസിസ് ഒക്കേഴ്സ് എന്നാണ് എഴുതിയത്. ഇനി രണ്ട് സൊല്യൂഷനിൽ ഒരാൾക്ക് ഓസ്മോട്ടിക് പ്രഷർ കൂടുതലാണെങ്കിൽ അതിനെ ഹൈപ്പർടോണിക് എന്ന് പറയും. കൂടുതലുള്ള ആൾ, കുറവുള്ള ആൾ എന്ത് വിളിക്കും, ഹൈപ്പോട്ടോണിക്. ഹൈപ്പർടോണിക്കും പിന്നെ ഏതാണ്, ഹൈപ്പോട്ടോണിക്കും. നമുക്കിനി എന്താ ഐസോട്ടോണിക്കിന് എക്സാമ്പിൾ പഠിക്കാനുണ്ട്. നോക്കൂ, ദെൻ നമ്മൾ ബ്ലഡും ഹ്യൂമൻ ബ്ലഡും 0.9% ദെൻ ഓക്കെ മാസ് ബൈ വോള്യം കേട്ടോ. ദെൻ W/V എന്ന് കൊടുത്താൽ മതി, W/V. ദെൻ മാസ് ബൈ വോള്യം സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, സലൈൻ വാട്ടർ എന്നൊക്കെ പറയുന്ന ഇതും കൂടിയും ഐസോട്ടോണിക് ആണ്. എന്തായാലും പറഞ്ഞാൽ എന്താ, ഹ്യൂമൻ ബ്ലഡും 0.9% മാസ് ബൈ വോള്യം NaCl സൊല്യൂഷനും കൂടിയും ഐസോട്ടോണിക് ആണ്. എന്താ അതിൻ്റെ പ്രത്യേകത? ഇവിടെ ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഇപ്പം നമ്മൾ റെഡ് ബ്ലഡ് കോർപ്പസൽസ് RBC എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടാൽ എന്താ സംഭവിക്കാം, ദെൻ അതിനകത്ത് കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ വെള്ളം ആ സെല്ലിനകത്തേക്ക് വരും. അപ്പോൾ അത് വന്നിട്ട് ബേസ്റ്റ് ചെയ്യും, പൊട്ടിപ്പോവും. അതാണ് ആദ്യത്തെ പിക്ചർ. രണ്ടാമത്തത്, നമ്മൾ RBC എടുത്ത് നല്ല ഉപ്പുവെള്ളത്തിലേക്ക് ഇട്ടാൽ എന്താ സംഭവിക്കുക, ദെൻ അതിനകത്തുനിന്ന് വെള്ളം പുറത്തേക്ക് വരും. നല്ല ഉപ്പുവെള്ളത്തിലേക്ക് ഇട്ടാൽ അപ്പോൾ അവിടെ ശ്രിങ്കിങ് ഉണ്ടാവുക. ഇതന്നെയാണ് നമ്മൾ പച്ച മാങ്ങ എടുത്തിട്ട് നല്ല ഉപ്പുവെള്ളത്തിലേക്ക് ഇട്ടാൽ എന്താ സംഭവിക്കുക, മാങ്ങക്കകത്തുനിന്ന് വെള്ളം പുറത്തേക്ക് പോരും. അപ്പോൾ അവിടെ ശ്രിങ്കിങ് ആയിരിക്കും. നേരെ മറിച്ച് വെള്ളത്തിലേക്ക് ഇട്ടാൽ എന്താ സംഭവിക്കുക, മാങ്ങ എടുത്തിട്ട് വെള്ളം അതിനകത്തേക്ക് കയറിയിട്ട് അത് വലുതായി ചീഞ്ഞ് അവസാനം പൊട്ടിപ്പോവും. ഓക്കെ, അപ്പം നമ്മൾ പറയുന്നത് 0.9% NaCl സൊല്യൂഷൻ ഇസ് എൻ ഐസോട്ടോണിക് വിത്ത് ഹ്യൂമൻ ബ്ലഡ് ആണ്. അതുകൊണ്ട് എന്താ ഗുണം എന്താ ഉള്ളത്, ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ, വെയിൻ്റെ അകത്തേക്ക് അടിക്കുന്ന ഇഞ്ചക്ഷൻസ് ഒക്കെ സാധാരണ സലൈൻ വാട്ടറിലാണ് എടുക്കുക. എന്താ അതിന് കാരണം എന്താ, ഈ സലൈൻ വാട്ടർ എത്തിക്കഴിഞ്ഞാൽ അവിടെ RBCക്ക് പ്രശ്നം വരൂല. ദെൻ കോൺസെൻട്രേഷൻ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും പ്രശ്നമാണ്. ഒന്നെങ്കിൽ അത് ബേസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ശ്രിങ്ക് ചെയ്യും. സോ സേഫ് ടു ഇൻട്രാവീനസിൽ. സോ ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ സാധാരണ എടുക്കുന്നത് 0.91% NaCl സൊല്യൂഷൻ. ഓക്കെ, ഇതേപോലെ വേറൊരു ആപ്ലിക്കേഷൻ, ഇപ്പോൾ റോ മാംഗോ പ്ലേസ്ഡ് ഇൻ കോൺസെൻട്രേറ്റഡ് സാൾട്ട് സൊല്യൂഷൻ ലോസസ് വാട്ടർ ആൻഡ് സ്ട്രിങ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതേപോലെ വിൽട്ടഡ് ഫ്ലവേഴ്സ്, വാടിയ പൂവൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം തെളിച്ചാൽ ഇത്തിരി വെള്ളമൊക്കെ അതിൽ ഓസ്മോസിസ് വഴി കാരണം ഒന്ന് ഫ്രഷ്നെസ് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഇതേപോലെ വേറെന്താണ്, ഇപ്പോൾ ഈ മീറ്റൊക്കെ പ്രിസർവേഷൻ ഓഫ് മീറ്റ്, അതേപോലെ ഫ്രൂട്ട്സൊക്കെ. മീറ്റ് സാധാരണ ഉപ്പിട്ടിട്ടാണ്, മീറ്റിൻ്റെ ലെയർ എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് ഒരു പാളിയിടും. ദെൻ അത് കഴിഞ്ഞിട്ട് മീറ്റ് വീണ്ടും ഇടും. അതിലുള്ള കംപ്ലീറ്റ് വാട്ടർ ഉണ്ട് പുറത്തേക്ക് പോന്നു കഴിഞ്ഞാൽ ദെനൊക്കെ നമുക്കത് കുറേ കാലം കേടുവരാതെ സൂക്ഷിക്കാം എന്നുള്ള. ദെൻ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സാൾട്ടിങ് ഓഫ് മീറ്റ് എന്ന് പറയും. അതേപോലെ ഷുഗർ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫ്രൂട്ട്സൊക്കെ, നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വാട്ടർ കണ്ടന്റ് പുറത്തേക്ക് ഉണ്ട് പോകുന്നാൽ പിന്നെ കേടുവരാതെ സൂക്ഷിക്കാം. ഓക്കെ, ദെൻ അവിടെ നോക്കൂ, സാൾട്ടിങ് ഓഫ് മീറ്റും അതേപോലെ ഷുഗർ ആഡ് ചെയ്തിട്ട് ഫ്രൂട്ട്സും പ്രൊട്ടക്ട് ചെയ്യും. ത്രൂ ദ പ്രോസസ് ഓഫ് ഓസ്മോസിസ് ബാക്ടീരിയം ഓൺ സാൾട്ടഡ് മീറ്റ് ഓർ കാൻഡിഡ് ഫ്രൂട്ട് ലോസസ് വാട്ടർ ആൻഡ് സ്ട്രിങ്സ് ആൻഡ് ഡൈസ് എന്നുള്ളതാണ് പറയുന്നത്. ഇതേപോലെ വേറെന്താണ്, എഡീമ.
എഡീമ എന്ന് പറഞ്ഞാൽ ഉപ്പ് നന്നായിട്ട് കഴിക്കുന്ന ഉപ്പ് നേരിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഒരുപാട് ഉപ്പ് കഴിക്കുന്ന ആൾക്കാർ സെല്ലിലൊക്കെ ഈ ഉപ്പ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഒക്കെ അവിടെ വാട്ടറിനെ അവിടെ പിടിച്ചു നിർത്തും. അപ്പോൾ റിസൾട്ടിങ് പഫ്നെസ് ഉണ്ടാവും, കാലൊക്കെ ചീർത്ത് കിടക്കുന്നത് കാണാൻ പറ്റും. അതിനെ പറയുന്ന പേരാണ് എഡീമ. ഉപ്പ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്കാണ് ഈ പ്രശ്നം വരുന്നത്. ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റും അവിടെ. ഇതാണ് ഓസ്മോട്ടിക് പ്രഷർ. ഇനി അടുത്ത് നമ്മൾ ഈ ഒരു പിക്ചർ ശ്രദ്ധിച്ച് നോക്കും. എന്തായാലും പറഞ്ഞ് ഫ്രഷ് വാട്ടർ ഉണ്ട്, സാൾട്ട് വാട്ടർ ഉണ്ട്, നടുക്ക് സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട്. ആക്ച്വലി സംഭവിക്കേണ്ടത് ഫ്രഷ് വാട്ടർ സാൾട്ട് വാട്ടറിലേക്ക് പോവുകയാണ് വേണ്ടത്. പക്ഷെ നമ്മൾ ആ പിസ്റ്റൺ അമർത്തുമ്പോൾ അവിടെ നോക്കൂ, ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷർ കൊടുക്കുകയാണ്. ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ സാൾട്ട് വാട്ടറിൽ നിന്ന് വെള്ളം ഫ്രഷ് വാട്ടറിലേക്ക് ഇങ്ങോട്ട് വരാൻ തുടങ്ങും. തിരിച്ച് അതിനാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. എന്താ ഇപ്പോൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് applied pressure is greater than osmotic pressure, then solvent എവിടുന്ന് ഫ്ലോ ചെയ്യാൻ തുടങ്ങും? സൊല്യൂഷന് സോൾവെൻറ്റിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഈസ് കാൾഡ് റിവേഴ്സ് ഓസ്മോസിസ്. ഈ റിവേഴ്സ് ഓസ്മോസിസിൻ്റെ അപ്ലിക്കേഷൻ എന്താ? ദെൻ സലൈൻ വാട്ടർ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. റിവേഴ്സ് ഓസ്മോസിസ്, ഡീസാലിനേഷൻ ഓഫ്, ഇതിനെ പറയുന്ന പേരാണ് ഡീസാലിനേഷൻ ഓഫ് സലൈൻ വാട്ടർ. സലൈൻ വാട്ടർ പ്യൂരിഫൈ ചെയ്യാനുള്ള മെത്തേഡാണ് റിവേഴ്സ് ഓസ്മോസിസ്. ഓക്കെ, ദെൻ അപ്പോൾ ഇത്രയാണ് നമ്മൾ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിച്ചത്. ഏതൊക്കെയാണ് 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, അതേപോലെ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചില കേസിലെങ്കിലും ആ മോളിക്കുലാർ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ആക്ച്വൽ വാല്യൂ എന്ന് വ്യത്യാസം ഉണ്ടാവും. അന്നേരം നമ്മൾ അതിനെ പറയുന്ന പേരാണ് അബ്നോർമൽ മോളിക്കുലാർ മാസ്. ഈ അബ്നോർമൽ മോളിക്കുലാർ മാസിന് കാരണം ഒന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ സോഡിയം ക്ലോറൈഡിൻ്റെ കേസിലാണെങ്കിൽ NaCl ഡീകമ്പോസ് ചെയ്തിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ട് Na+ഉം Cl- അയോണായിട്ട് മാറും. ഇവിടെ ഡിസോസിയേഷനാണ് ഈ അബ്നോർമൽ മോളിക്കുലാർ മാസിന് കാരണം. ചിലപ്പോൾ അതിന് കാരണം അസോസിയേഷൻ ആയിരിക്കും. അപ്പോൾ എന്താണ് ഈ അബ്നോർമൽ മോളിക്കുലാർ മാസ്? Molecular mass obtained by colligative property measurement is incorrect if there is association or dissociation of particle. Such molecular masses are called abnormal molecular mass. Normal അല്ല, abnormal. 2 റീസൺ ആണ്. ഒന്ന് അസോസിയേഷനും രണ്ടാമത്തെ ഡിസോസിയേഷനും. അവിടെ നോക്കൂ, ഒന്ന് ഡിസോസിയേഷൻ ആണ്. ഇപ്പോൾ ഇലക്ട്രോലൈറ്റ് ആണ് സോഡിയം ക്ലോറൈഡ്. നോക്കൂ നിങ്ങൾ എക്സാമ്പിൾ NaCl, Na+ഉം Cl-ഉം. ആക്ച്വലി ഇത് ഒരു മോളിക്യൂളാണ്, പക്ഷേ ഡിസോസിയേറ്റ് ചെയ്തപ്പോൾ 2 എണ്ണമായിട്ട് മാറി. മോളിക്യൂൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടും. പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടിയാൽ എന്താ സംഭവിക്കുക? നമ്മൾ പറഞ്ഞു ദെൻ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടുന്നു പറഞ്ഞില്ലേ? കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടിക്കഴിഞ്ഞാൽ മോളിക്കുലാർ മാസ് കുറയും എന്നുള്ളതാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു ഇക്വേഷന് ΔTB = Kb into molality W2 divided by M2 W1 into 1000. ഇതായിരുന്നു ഇക്വേഷൻ. ഇവിടുന്ന് M2 = Kb W2 1000 ഡിവൈഡഡ് ബൈ ΔTB then W1. ഇതാണ് ഇക്വേഷൻ. ഈ നമ്മൾ പറഞ്ഞത് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടി, ഇത് കൂടിക്കഴിഞ്ഞാൽ മോളിക്കുലാർ മാസ് കുറയും. ഇതാണ് നമ്മൾ ഡിസോസിയേഷൻ. അപ്പോൾ ഡിസോസിയേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഡ്യൂ ടു ഡിസോസിയേഷൻ നമ്പർ ഓഫ് സ്പീഷീസ് ഇൻ സൊല്യൂഷൻ ഇൻക്രീസസ്, ദസ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇൻക്രീസസ്, ഹെൻസ് മോളിക്കുലാർ വെയിറ്റ് ഡിക്രീസസ്. ഇതേപോലെ അസോസിയേഷൻ ഉണ്ട്. എന്താ അസോസിയേഷൻ എക്സാമ്പിൾ? ഇവിടെ നോക്കൂ, ദെൻ ബെൻസോയിക് ആസിഡ് C6H5COOH. ഈ ബെൻസോയിക് ആസിഡ് ബെൻസീൻ എന്നുള്ള സോൾവെൻറ്റിലാണ് നമ്മൾ ഡിസോൾവ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു മോളിക്യൂള്, അടുത്ത മോളിക്യൂള് C6H5 C+OH. ഈ രണ്ട് മോളിക്യൂളിൻ്റെ ഇടയ്ക്ക് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് വരും. ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, ഇവർ ഡൈമറായിട്ട് എക്സിസ്റ്റ് ചെയ്യുക. 2 മോളിക്യൂൾ ഒന്നായിട്ട് കാണും. അപ്പോൾ മോളിക്യൂളിൻ്റെ എണ്ണം കുറയും, പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറയും. പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിക്രീസ് ചെയ്യും. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിക്രീസ് കഴിഞ്ഞാൽ മോളിക്കുലാർ മാസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അസോസിയേഷനിൽ എന്താ സംഭവിക്കുക? എത്തനോയിക് ആസിഡ് അല്ലെങ്കിൽ ബെൻസോയിക് ആസിഡ്. ഇവിടെ ബെൻസോയിക് ആസിഡ്, ഇവിടെ എത്തനോയിക് ആസിഡ്. ദെൻ CH3COH ആണെങ്കിൽ അവിടെ അസോസിയേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് എഴുതി കാണിച്ച് വരച്ച് വെക്കാം. ഓക്കെ, ദെൻ ഇനി ഡ്യൂ ടു അസോസിയേഷൻ നമ്പർ ഓഫ് സ്പീഷീസ് ഇൻ സൊല്യൂഷൻ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സോ
ദെൻ ഓക്കെ എന്താ സംഭവിക്കുക, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിക്രീസ് ചെയ്യും, ഹെൻസ് മോളിക്കുലാർ മാസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്താ അബ്നോർമൽ മോളിക്കുലാർ മാസിന് കാരണം എന്തൊക്കെയാണ്, ഒന്ന് ഡിസോസിയേഷനും രണ്ടാമത്തേതാണ് അസോസിയേഷനും. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഡിസോസിയേഷനും അസോസിയേഷനും വന്നു കഴിഞ്ഞാൽ അബ്നോർമൽ മോളിക്കുലാർ മാസ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാൻ ഡെ ഹോഫ് ഫാക്ടറാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് വാൻ ഡെ ഹോഫ് ഫാക്ടർ? ഐ എന്നാണ് സിമ്പിൾ കൊടുക്കുന്നത്. അതിൽ നോക്കൂ, എന്തായാലും ഡെഫിനേഷൻ വളരെ ക്ലിയർ ആണ്. ഇതിനൊക്കെ ടു അക്കൗണ്ട് ഫോർ ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ, then I equal to normal molecular mass divided by abnormal molecular mass, or observed colligative property divided by calculated colligative property, or total number of moles of particle after association or dissociation divided by number of moles of particle before association or dissociation. അപ്പോൾ വളരെ ക്ലിയർ ആണ്. എന്തൊക്കെ ഡെഫിനിഷന്? നോർമൽ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളിക്കുലാർ മാസ്, അല്ലെങ്കിൽ ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഓർ ദാറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ after dissociation or association divided by total number of particle before association or dissociation. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ നോക്കൂ, സോഡിയം ക്ലോറൈഡിൻ്റെ കേസിൽ NaClൻ്റെ കേസിൽ Na++Cl- ആണ്. I is equal to എങ്ങനെ എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാം, ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ 2 ആണ്, ബിഫോർ 1 ആയിരുന്നു. സോ ഐൻ്റെ വാല്യൂ എത്ര കിട്ടുക, NaClന് 2 ആണ്. ഇതിനെ മറിച്ച് അസറ്റിക് ആസിഡ്, നേരത്തെ കണ്ട അസറ്റിക് ആസിഡ് ആഫ്റ്റർ അസോസിയേഷൻ 1 ആണ്, ബിഫോർ അത് 2 ആയിരുന്നു. സോ എത്ര വാല്യൂ എത്ര കിട്ടിയത്, 1 ആണ് കിട്ടുക. 1 അല്ല 1/2 എന്നാണ് കിട്ടുക, 1/2. സോ ഓക്കെ, ദെൻ ഇനി ആഫ്റ്ററും ബിഫോറും ഒരേപോലെ ആണെങ്കിൽ, നോ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ആണെങ്കിൽ I ഈക്വൽ ടു 1 ആണ് കിട്ടുക. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്, I ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞത്, നോ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. I ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡിസോസിയേഷൻ, I ലെസ് ദാൻ 1 ആണെങ്കിൽ അസോസിയേഷൻ. നമുക്കിതുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇക്വേഷൻസ് നമുക്ക് എഴുതാൻ പറ്റും. അതിന് മുമ്പ് NaClൻ്റെ വാല്യൂ വാൻ ഡെ ഹോഫ് ഫാക്ടർ 2 എന്നാണ് നമ്മളിവിടെ കണ്ടില്ല. അത് ആ ഡിഫറെൻറ്റ് കോൺസെൻട്രേഷനിൽ അതിൻ്റെ വാല്യൂസ് ആണ്. 0.1 ആകുമ്പോൾ 1.87, 0.01 ആകുമ്പോൾ 1.94, ഡയല്യൂട്ട് ആകുമ്പോൾ അത് 2ൻ്റെ അടുത്തേക്ക് എത്തും. പൊട്ടാസ്യം ക്ലോറൈഡിന് എന്തൊക്കെയായിട്ടാണ്, എത്ര അയോൺ ആയിട്ടാണ്, K+ഉം Cl-ഉം, അപ്പോൾ 2 ആണ്. MgSO4ന് Mg2+ഉം SO4 ഒക്കെ 2 അയോൺ ആണ്, 2 ആണ് കിട്ടുക. K2SO4 ആണെങ്കിലോ K2SO4 ദെൻ 2 K+ ഉണ്ട്, പ്ലസ് SO4 2- ഉണ്ട്. അപ്പോൾ എത്ര കിട്ടുക, 2 + 1 3 ആണ് കിട്ടുക വാല്യൂ. ഓക്കെ, ഐയുടെ വാല്യൂസ് ആണിത്. ഇനി ഈ ഐ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇക്വേഷൻസ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ P01 - P1 ഡിവൈഡ് ബൈ P01 ഈക്വൽ ടു I × K2 എന്ന് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ I × N2/N1 + N2. ഇനി ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ ΔTB ഈക്വൽ ടു IKB × മൊളാലിറ്റി, ΔTF ഈക്വൽ ടു അടുത്തത് IKF × മൊളാലിറ്റി, പൈ ഇസ് ഈക്വൽ ടു I × N2RT/V. അപ്പോൾ നമ്മൾ ഈ ഐയുടെ വാല്യൂ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അബ്നോർമൽ മോളിക്കുലാർ മാസിനെ ഒഴിവാക്കാൻ പറ്റും. ഇതിനൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. നമ്മൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷന് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഐയുടെ വാല്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ കിട്ടുക, ദെൻ ആൽഫ ഈക്വൽ ടു I-1 ഡിവൈഡഡ് ബൈ N-1. ഐ എന്നുള്ളത് വാൻ ഡെ ഹോഫ് ഫാക്ടർ ആണ്. N എന്ന് പറഞ്ഞാൽ ദെൻ എത്ര പാർട്ടിക്കിളായിട്ട് അത് അയോണൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പാർട്ടിക്കിളായിട്ടാണ് അത് മാറുന്നത്. സോഡിയം ക്ലോറൈഡിനാണെങ്കിൽ ഐൻ്റെ വാല്യൂ 2 എന്നാണ് നമ്മൾ കൊടുത്തത്. അതേപോലെ ഐയുടെ വാല്യൂ അല്ല, Nൻ്റെ വാല്യൂ. ഐയുടെ വാല്യൂ അവർ എക്സ്പെരിമെൻ്റലി കിട്ടുന്ന വാല്യൂ, Nൻ്റെ വാല്യൂ എത്ര പാർട്ടിക്കിളായിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അസോസിയേഷൻ ആണെങ്കിൽ അപ്പോഴും ആൽഫ ഈക്വൽ ടു I-1 ഡിവൈഡഡ് ബൈ 1/N-1. ഇവിടെ ഉദ്ദേശിക്കുന്ന ഐ എന്നുള്ളത് വാൻ ഡെ ഹോഫ് ഫാക്ടർ, N എന്ന് പറഞ്ഞാൽ എത്ര പാർട്ടിക്കിളാണ് അസോസിയേറ്റ് ചെയ്യുന്നത്, എത്ര മോളിക്യൂളാണ് അസോസിയേറ്റ് ചെയ്യുന്നത്, അതാണ് 1/N. അപ്പോൾ ആൽഫ ഈക്വൽ ടു ഇത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈക്വൽ ടു I-1 ഡിവൈഡ് ബൈ N-1. ഇത് ഡിഗ്രി ഓഫ് അസോസിയേഷൻ ആൽഫ ഈക്വൽ ടു I-1 ഡിവൈഡഡ് ബൈ 1/N-1. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മളെ ചാപ്റ്റർ സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്റർ അവസാനിക്കുകയാണ്. 4 മൊഡ്യൂളായിട്ട് ഈ ചാപ്റ്റർ നമ്മളെടുത്തു. ഇനി അടുത്തൊരു മൊഡ്യൂളിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം. നിങ്ങളിതിൽ ഈ ചാപ്റ്റർ വീണ്ടും ഇതേ വീഡിയോ വീണ്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.